ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ എലിമിനേഷൻ റൗണ്ടിൽ നമ്മുടെ ജാൻമണിയാണ് ഔട്ടായിട്ടിരിക്കുന്നത്. വളരെ ഇമോഷണലായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. പിന്നെ ജിൻഡോ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കാവുന്നുണ്ട്. ജിൻഡോ ഒട്ടും പ്രതീക്ഷയായിരുന്നില്ല ജാൻമണി ഔട്ടാവുമെന്ന്. കാരണം ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ജാൻമണിയുടെ അടുത്തെല്ലാം പോയി പറയും. അത്യാവശ്യം നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആൾക്കൊരു സപ്പോർട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആൾക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജാൻമണി ആണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ എലിമിനേഷൻ. ആളും ഒരുപാട് ബിഗ് ബോസിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ റൗണ്ടിൽ എലിമിനേറ്റ് ആകുമ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ജാൻമണി പുറത്തേട്ട് പോകുന്നത്. അപ്പം ഈ എപ്പിസോഡിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ ഈ വീക്കിലെ എലിമിനേഷൻ റൗണ്ടിൽ നിന്ന് 2 പേര് ഔട്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ നമുക്ക് ജാൻമണിയാണ് ഔട്ടായിട്ടുള്ളതായിട്ട് കാണുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സിബിന് കൊടുത്ത ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു. സിബിൻ അന്നൊരു ഗസ്റ്റർ കാണിച്ചായിരുന്നു, ഒരു ബാഡായിട്ടുള്ളൊരു ഗസ്റ്റർ ജാസ്മിൻ്റെ നേരെ കാണിച്ചായിരുന്നു. അതിനെതിരെ ബിഗ് ബോസ് ആക്ഷൻ എടുത്തിരിക്കുകയാണ്. നമ്മുടെ പവർ ടീമിൽ നിന്നും സിബിനെ ഔട്ടാക്കിയിരിക്കുകയാണ്, പവർ ടീമിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ടാസ്കിൽ പങ്കെടുക്കാനുള്ള അവസരവും കിട്ടിയില്ല. പക്ഷേ ബിഗ് ബോസിനോട് നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ആക്ച്വലി അതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ഋഷി അത് തന്നെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ലാലേട്ടൻ ഈ സിബിന് പനിഷ്മെൻറ്റ് കൊടുത്ത സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ആ ബിഗ് ബോസ് വീട്ടിലുള്ള പലരും ഇമാതിരി ബാഡായിട്ടുള്ള ഗസ്റ്റേഴ്സും ബാഡായിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊന്നും എടുക്കാത്ത ആക്ഷൻ എന്തുകൊണ്ട് സിബിൻ്റെ അടുത്ത് മാത്രം എടുത്തു എന്നൊരു ചോദ്യം അതെല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണ്. അത് ഋഷി അവിടെ ചോദിച്ചു. അതിന് ലാലേട്ടൻ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് പലരും കാണിച്ചിട്ടുണ്ടെങ്കിലും സിബിൻ പവർ ടീം അംഗമാണ്. അപ്പം അത്രയും അധികാരമുള്ള ഒരാൾ, പവറുള്ള ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ഫേവറിസം ആണോ, മീൻസ് മറ്റുള്ളവർക്കുള്ളൊരു ഫേവറിസം ആണോ? എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിനൊക്കെ തന്നെ, ജാസ്മിന്, ഗബ്രി, അതുപോലെ തന്നെ പലരും, ജിൻഡോ, അവർക്കെല്ലാം ഇതുപോലെ ബാഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഇത്രയും കഠിനമായിട്ടുള്ളൊരു നടപടി എടുക്കുന്നത് നമ്മുടെ സിബിൻ്റെ കേസിലാണെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. കാരണം വേറെ പലർക്കും ബിഗ് ബോസ് ഫേവറിസം ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കാരണം ഇപ്പോൾ ഈ കേസിൽ തന്നെ ജാസ്മിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സീനിൽ. അന്നേരമാണ് നമ്മുടെ സിബിൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ ജാസ്മിനും അവിടെ ബാഡായിട്ട് കുറേ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ബിഗ് ബോസ് കണ്ടില്ലാത്തതാണോ, അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ നമുക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് വരും എപ്പിസോഡിൽ അത് മനസ്സിലാക്കാം. എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും സിബിൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ സിബിന് കിട്ടി. ആൾ ഭയങ്കരമായിട്ട് കുറച്ചൊരു ഇമോഷണലി അത് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും കളികളെന്ന് നോക്കാം. പക്ഷേ ബിഗ് ബോസ് ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഈവൻ പവർ ടീമിലുള്ള അംഗമാണെങ്കിലും അല്ലാത്ത അംഗമാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് പവർ ടീമിലിരിക്കുമ്പോൾ ചെയ്താലും പുറത്തിരിക്കുമ്പോൾ ചെയ്താലും തെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അതിൻ്റെ ശിക്ഷ കൊടുക്കണം. അതല്ലേ അതിൻ്റെ ഒരു ന്യായം.